ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ്. വെള്ളാർമല സ്കൂൾ റോഡിന് സമീപം നടത്തിയ തിരച്ചിലിൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ 4 ലക്ഷം രൂപ കണ്ടെത്തി. ദുരന്തബാധിത മേഖലകളിൽ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നടത്തുന്ന ആഘാത പഠനവും പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത 5 ശരീരഭാഗങ്ങൾ ഇന്ന് പുത്തുമലയിൽ സംസ്കരിക്കും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം തുടങ്ങി വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നായി 200ഓളം ആളുകളാണ് സംഘത്തിലുള്ളത്. നഷ്ടപ്പെട്ട രേഖകൾക്കും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ കൂടിയാണ് നടക്കുന്നത്. വെള്ളാർമല സ്കൂൾ റോഡിന് സമീപത്ത് നിന്ന് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ നിലയിൽ 4 ലക്ഷം രൂപ ഫയർഫോഴ്സ് സംഘം കണ്ടെത്തി. അപ്പോൾ ഇതിനകത്ത് 500-ന്റെ ഒരു 7 കെട്ടും 100-ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ അവകാശികളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. തെരച്ചിലിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല. മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം മേഖലയിൽ നടത്തുന്ന ആഘാത പഠനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ 5 ശരീരഭാഗങ്ങൾ ഇന്ന് പുത്തുമലയിലെ പ്രത്യേക ശ്മശാനത്തിൽ സംസ്കരിക്കും. സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 231 മൃതദേഹങ്ങളും 210 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെത്തിയത്. റിപ്പോർട്ടർ, വയനാട്.